So I'm on the red carpet of 24 Business Conclave and I have a special guest with me now, Mr. Nikhil Gopalakrishnan, Pentard Securities CEO. Hi sir, Hi. how are you? Very good. Thank you so much. Yeah. 24ൻ്റെ ബിസിനസ് കോൺക്ലേവിൽ ഒരുപാട് ഡിഫറെൻറ്റ് സെക്ടേഴ്സിനുള്ള ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് പല വിഷയങ്ങളാണ്. ബിസിനസ്സിനോട് സംസാരിക്കുന്നു. അതിൽ ഏറ്റവും ആദ്യ സെഷൻ തന്നെ പറയുകയാണെങ്കിൽ ഡെവലപ്ഡ് ഇന്ത്യ ബൈ 2047 ആർ വി ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്നാണ്. ആർ വി ഓൺ ദ റൈറ്റ് ട്രാക്ക് സർ? Yeah, see, we are in a right track. I would say we can നമുക്ക് ഒത്തിരി പോസിറ്റീവായിട്ട് നമുക്ക് തിങ്ക് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒത്തിരി കുറേ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ നെഗറ്റീവ് സൈഡ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ കൺട്രി നമ്മൾ വലിയ രാജ്യമായി മാറി. ഒന്നാമത്തെ കാര്യം ജനസംഖ്യ കൂടുതലാണ്, വലിയ രാജ്യമാണ്. അപ്പോൾ നമ്മുടെ GDP ഒക്കെ വലുതാണ്. പക്ഷേ നമ്മൾ ജനസംഖ്യ കൂടുതലായതിൻ്റെ പേരിൽ തന്നെ ഒരാളുടെ അടുത്തുള്ള ഇൻഡിവിജ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ കുറവാണ്. പെർ ക്യാപിറ്റ GDP എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഖത്തർ അല്ലെങ്കിൽ കൊറിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് ഇവരൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ ഇൻഡിവിജ്വൽ ആൾക്കാരുടെ അടുത്ത് കുറേ കാശുണ്ട്. പക്ഷേ രാജ്യം എന്ന് പറയുമ്പോൾ ചെറിയ രാജ്യമായിരിക്കും. അപ്പോൾ ആ ലെവലിൽ നോക്കുമ്പോൾ ഇനി വേണ്ടത് കൺട്രിയുടെ ഡെവലപ്മെൻറ്റ് ഇൻഡിവിജ്വൽസിലേക്ക് വരണം. അതെനിക്ക് തോന്നുന്നത് ഇങ്ങനെ വലുതാവുമ്പോൾ അങ്ങോട്ട് നടക്കുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകണത്. ഒരു ബിസിനസ് മാൻ എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ എന്താണ് ചലഞ്ചസ്, എന്താണ് അത് ഫേസ് ചെയ്തിട്ടുണ്ടാവും പല ഘട്ടങ്ങളിലായിട്ട്, അതിനൊക്കെ ഓവർകം ചെയ്തിട്ടാണല്ലോ നമ്മൾ മുമ്പോട്ട് പോകാം. സോ ഒരു നെക്സ്റ്റ് ഒരു 20 ഇയേഴ്സിൽ നമ്മുടെ രാജ്യത്ത് പുതിയ സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്സ് ആയാലും അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ്സിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെയുള്ള മേജർ ചലഞ്ചായിട്ട് താങ്കൾക്ക് തോന്നുന്നതാണ്? മേജർ ചലഞ്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ടാലൻറ്റ് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. കാരണം ഒത്തിരി ആളുകൾക്ക് പുറത്ത് പോകണം എന്നുള്ളൊരു കാര്യം നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ കേരളത്തിൽ നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പിന്നെ യങ്സ്റ്റേഴ്സിന് കൂടുതലും അവർ കൂടുതൽ അംബീഷ്യസാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളെക്കാളും കൂടുതൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വേറെ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനെപ്പോഴും ടൂറിനൊക്കെ പോകുമ്പോൾ കാണാറുള്ളതാണ്, പത്രം വായിക്കുമ്പോൾ നമ്മുടെ അത്രയൊന്നും ന്യൂസ് അവിടെ ഇല്ല. സോ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വി ആർ ആക്ച്വലി കമ്പയറിങ് വിത്ത് US. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് കൃത്യമായിട്ട് കാണുകയാണ് ഇത് കാണാമെന്നുള്ളത്. അപ്പോൾ ഇവർക്ക് ചിന്തിക്കുന്ന കാര്യം വെച്ചാൽ വൈ ഷുഡ് ഐ സ്റ്റേ ഹിയർ, ഐ ക്യാൻ ഗോ ദെയർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ചലഞ്ച് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിലും ഒത്തിരി ആളുകൾ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തും. അവരായിരിക്കും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. കുറേ ആൾക്കാർ ഇവിടുന്ന് പോകും, പക്ഷേ കുറേ ആൾക്കാർ ഇവിടെ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് നമ്മുടെ നാടിനുള്ള സ്നേഹമോ അല്ലെങ്കിൽ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് ദേ സ്റ്റിക്ക് ഓൺ ഹിയർ ആൻഡ് ദേ വിൽ ഫൈൻഡ് എ വേ ടു ബ്രിങ് ദിസ് country in a beautiful place. What about the business journey so far with Pentard Securities? പെൻറ്റാഡിൽ ഞങ്ങൾക്ക് ഒത്തിരി നല്ല കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഡിജിറ്റലൈസേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റലൈസേഷൻ്റെ വലിയ ബെനിഫിഷ്യറിയാണ് ഞങ്ങളൊക്കെ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആധാറും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ വന്നപ്പോൾ എല്ലാവർക്കും എവിടെ ഇരുന്നും ബിസിനസ് ചെയ്യാന്നുള്ളൊരു അവസ്ഥയായി. പിന്നെ ഇവിടെ ഇപ്പോൾ ജിയോ വന്ന് ഡാറ്റ ഭയങ്കരമായിട്ട് കൊണ്ടുവന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പണ്ടൊക്കെ ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ തുടങ്ങണം. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ബ്രാഞ്ച് മതി, വി ക്യാൻ സർവ് എൻ്റയർ കൺട്രി, നോട്ട് ജസ്റ്റ് കൺട്രി, വി ക്യാൻ സർവ് അക്രോസ് ദ ഗ്ലോബ്. എനിവൺ ഹു വാണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ ദേ ക്യാൻ കം ആൻഡ് ഇൻവെസ്റ്റ് വിത്ത് us. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് തോന്നുന്നു ഇനി കേരളത്തിലും വേണമെങ്കിൽ ഗ്രാമങ്ങളിൽ ഇരുന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ IT കമ്പനികൾ തുടങ്ങാം ആൻഡ് ദേ ക്യാൻ സർവ് ദ വേൾഡ്. അപ്പോൾ ഇങ്ങനെ ഈവൻ എനിക്ക് തോന്നുന്നു ലോകരാഷ്ട്രങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൊറിയയിലും വലിയ വലിയ രാജ്യങ്ങളായാലും ഇവരൊക്കെ ആ കൺട്രിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്തതിൻ്റെ മെയിൻ കാര്യം വെച്ചാൽ അവരവരുടെ കൺട്രീനെ മാത്രമല്ല കസ്റ്റമറായിട്ട് കണ്ടത്, ഇപ്പോൾ അവർ ഗ്ലോബൽ കണ്ടു. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്സുകൾ നോക്കുകയാണെങ്കിൽ സോഹോ പോലത്തത് അങ്ങനത്തെ കൺട്രികളൊക്കെ ശരിക്കും പറഞ്ഞാൽ വേൾഡിൽ തന്നെ CRMൽ ദെയർ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അത്തരം കമ്പനികൾ ഇനി നമ്മുടെ നാട്ടിൽ തുടങ്ങാനും ലോകരാഷ്ട്രങ്ങളിലെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും തുടങ്ങാൻ പോകുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. Being so optimistic, right? വളരെ വളരെ ഒപ്റ്റിമിസ്റ്റിക്. കാരണം എനിക്ക് തോന്നുന്നത് ഇനി നടക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ നമ്മൾ ലോകം എല്ലാവരും മൊബൈലിലേക്ക് എത്തി. ഇപ്പോൾ ശരിക്കും പറഞ്ഞൊരു മൊബൈൽ ഉണ്ടെങ്കിൽ ഫോൺ പേയ്മെൻ്റ് അടക്കം ഇതിൽ കൂടെ നടത്താമെന്നുള്ളൊരവസ്ഥയാണ്. We can do a business. പണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബുക്കും കാര്യങ്ങളൊക്കെ വേണം. ഇപ്പോൾ ഇഫ് യു ആർ ക്യാരിങ് യുവർ ഫോൺ, ലാപ്ടോപ്പ് വേണ്ട. അപ്പോൾ ഇത് തന്നെ ചെറിയ കുട്ടികളൊക്കെ കണ്ട് വരികയാണ്. ഇപ്പോൾ ഇന്നലെ എന്നൊരു കുട്ടി കാശ്മീരിൽ നിന്ന് വിളിച്ച്, അയാളെന്തോ പണ്ട് നമ്മുടെ എന്തോ യൂട്യൂബിൽ കണ്ടിട്ട് സോ ഹി വാണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്. സോ ഹീ ഈസ് ആസ്കിങ് സംതിങ്. അപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്ക്, കാശ്മീരിലിരിക്കുന്ന കുട്ടിക്ക് ഇങ്ങനെ ലിങ്ക്ഡിനിൽ കൂടെ കണ്ടിട്ട് കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത് തന്നെ നമ്മുടെ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്കും പുറം രാജ്യങ്ങളിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ US ഒരു ഫണ്ട് മാനേജർ
അപ്പോൾ അങ്ങേരോട് എനിക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു കണക്ട് വിത്ത് സോഷ്യൽ മീഡിയ ആൻഡ് ഡെഫിനറ്റ്ലി ഇപ്പോൾ ഞാൻ 10 പേരെ കോൺടാക്ട് ചെയ്താൽ ചിലപ്പോൾ 2 പേരെ റെസ്പോണ്ട് ചെയ്യുള്ളൂ, ബട്ട് ഐ ഹാവ് ദറ്റ് കണക്ട്. അപ്പോൾ ഇതാണ് ഈ പുതിയ ജനറേഷന് കാണാൻ പോണ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു കാര്യമാണ്, പോസിറ്റീവായിട്ട്. Yeah, thank you so much, sir. So that was Nikhil Gopalakrishnan, the CEO of Pentart Securities.